ഇന്ത്യൻ ടെലികോം ജെയിൻസ് ആയിട്ടുള്ള വോഡഫോണും ഐഡിയയും ഒരുമിച്ചുകൊണ്ട് മെർജ് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ എൻറ്റിറ്റി ആയത് 2018 നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞ കാര്യമാണ്. എന്നാൽ ആ ഒരു മെർജർ കഴിഞ്ഞിട്ടും രണ്ട് ബ്രാൻഡ്സും രണ്ട് ബ്രാൻഡുകളായിട്ട് തന്നെയാണ് നിലനിന്നത്. കമ്പനി ഒന്ന് തന്നെയായിരുന്നു, എന്നാൽ നമുക്ക് സിം വാങ്ങാൻ കിട്ടുന്നതും അവരുടെ പരസ്യങ്ങൾ കാണുന്നതും അവർ രണ്ട് ബ്രാൻഡ്സ് അതുപോലെ തന്നെ നിലനിർത്തി. എന്നാൽ ഇപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ്ലി ഈ രണ്ട് കമ്പനികളും ഒരുമിച്ചുകൊണ്ട് ഇവരുടെ രണ്ട് ബ്രാൻഡ്സിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ ബ്രാൻഡായിട്ടാണ് കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് നടത്താൻ പോകുന്നത്. ആ ബ്രാൻഡിന്റെ പേര് വി എന്നാണ്. അതിന്റെ ലോഗോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇവർ അതിശക്തമായ ആഡ് ക്യാമ്പയിൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ന്യൂസ് വായിച്ചില്ലെങ്കിൽ പോലും ഈ പുതിയ ആഡുകളെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്താനുണ്ട്. കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ്ലി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസിൽ വോഡഫോൺ ഐഡിയ റിലേറ്റഡ് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ഈവൻ നമ്മൾ പോലും അന്നൊരു വീഡിയോ ചെയ്തതാണ്, വോഡഫോൺ ഐഡിയ പൂട്ടിപ്പോകുമോ, അത്ര ജയന്റ് ആയിട്ടുള്ള ഒരു ടെലികോം കമ്പനി ഇന്ത്യയിൽ നിന്ന് നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വരുമോ, അങ്ങനെ ഒരു വളരെ വലിയ വിഷയം നടക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടന്നിരുന്ന പ്രശ്നം അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ AGRന്റെ പുറത്ത് ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യമായിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ആ AGR കേസിന്റെ പുറത്ത് സുപ്രീം കോടതി അതിന്റെ റൂളിംഗ് പുറത്ത് വിട്ടിട്ടുള്ളത്. വോഡഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് കൊടുക്കാനുണ്ടായിരുന്നത് നിയർലി 60,000 കോടി രൂപയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്. ആ 60,000 കോടി രൂപ പയ്യെ അടുത്ത 10 വർഷം കൊണ്ട് പയ്യെ അടച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ആ ഒരു റൂള് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് വോഡഫോൺ ഐഡിയ ഈ ഒരു റീബ്രാൻഡിങ് നടത്തിക്കൊണ്ട് ഈ ഒരു വി എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വളരെ നല്ല പോസിറ്റീവ് ന്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു അതിശക്തമായിട്ടുള്ള ഫ്യൂച്ചറിലേക്കാണോ വോഡഫോൺ ഐഡിയ പോകുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ AGR കേസിൽ അത്ര നല്ലതൊന്നുമല്ല. കാര്യം ഇവർ എക്സ്പെക്ട് ചെയ്ത് ഒരു 20 വർഷത്തിന് മുകളിൽ പയ്യെ പേയ്മെന്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ് വോഡഫോൺ ഐഡിയ എക്സ്പെക്ട് ചെയ്തത്. എന്നാലും മോശമല്ലാത്ത 10 വർഷത്തിൽ പേയ്മെന്റ് കൊടുത്താൽ മതി എന്ന മോശമല്ലാത്തൊരു റൂളിംഗ് വന്നിട്ടുണ്ട്. 2 ഇവരുടെ ഈ ഒരു പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി വന്നിട്ടുണ്ട്. 3 ഈ ഒരു കേസ് കഴിഞ്ഞു, ബ്രാൻഡ് ഐഡന്റിറ്റി കൂടി വന്നതിന് ശേഷം വളരെ നല്ല പോസിറ്റീവ് ന്യൂസ് ആണ് ഇവർ പുറത്തു വിടുന്നത്. അതായത് ഇന്റർനാഷണൽ ഫണ്ടിങ് ഏജൻസീസിന്റെ അടുത്ത് നിന്നെല്ലാം നിയർലി 35,000 കോടി രൂപയുടെ ഫണ്ടിങ് റേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നും വോഡഫോൺ ഐഡിയ അല്ലെങ്കിൽ വി ഇപ്പോൾ ന്യൂസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കുമ്പോൾ വോഡഫോൺ ഐഡിയ നമ്മൾ പേടിച്ച ആ കാലഘട്ടത്തിൽ നിന്നും കഴിഞ്ഞിട്ട് മോശമല്ലാത്ത രീതിയിൽ റിക്കവർ ചെയ്യാനും ഇന്ത്യൻ ടെലികോം സ്പേസിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പ്ലെയറായി നിൽക്കാനും അറ്റ്ലീസ്റ്റ് പ്ലാൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു നല്ല അനാലിസിസ് നടത്തി നല്ല വീഡിയോ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ രണ്ട് കമ്പനീസിനെ പറ്റി പഠിച്ചപ്പോഴാണ് എന്നെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള ഹിസ്റ്ററി, സംഭവ ബഹുലമായിട്ടുള്ള കഥകൾ ഈ രണ്ട് കമ്പനികൾക്കും ഉണ്ട് എന്ന് മനസ്സിലായത്. അതായത് നമ്മളിപ്പോൾ വോഡഫോൺ എന്ന് പറയും, ഐഡിയ എന്ന് പറയുമെങ്കിലും ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കഥകളുണ്ട്. 1990s രണ്ട് കമ്പനീസും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വോഡഫോൺ എന്ന് കാണുന്നു, എന്നാൽ ഈ ഒരു വോഡഫോൺ ഉണ്ടാക്കി എടുത്തത് എത്രയോ പേരുടെ കൈകൾ മാറിയാണ് വന്നതെന്ന് നമുക്കറിയില്ല. മാക്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, SR ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഹച്ച് എന്ന് പേരുണ്ടായിരുന്നു, അതിനു മുൻപ് ഓറഞ്ച് എന്ന് പേരുണ്ടായിരുന്നു, ഇപ്പോൾ മാത്രമാണ് വോഡഫോൺ എന്ന് പേരായത്. ഐഡിയയുടെ കേസിലും കുറേ കഥകളുണ്ട്. ഇടയ്ക്ക് ഒരു എസ്കോട്ടിൽ ഉണ്ടായിരുന്നു, അതിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിർളയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇടയ്ക്ക് രത്തൻ ടാറ്റ ലീഡ് ചെയ്തുകൊണ്ട് ടാറ്റ പോലും ഐഡിയനെ നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഇൻട്രോ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കമ്പനികളുടെയും സംഭവ ബഹുലമായ കഥകളാണ്. അതിനുശേഷം എന്താണ് പ്രശ്നം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവർക്ക് മെർജ് ചെയ്യേണ്ടി വന്നത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം എന്തായിരുന്നു ഈ മെർജർ, മുന്നിലേക്ക് പോകുമ്പോൾ എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഏർലി 1990s. അന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ടെലികോം സെക്ടർ പ്രൈവറ്റ് പ്ലേസിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലൈസൻസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈസൻസ് രാജ് സിസ്റ്റത്തിലാണ് അത് വർക്ക് ചെയ്തത്. അതായത് ഇന്ത്യയിൽ പല റീജിയൻസ് ഉണ്ടല്ലോ, ഓരോ റീജിയനിൽ ഓരോ പ്രൈവറ്റ് പ്ലേസിന് ലൈസൻസ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ ടെലികോം സെക്ടർ പ്രൈവറ്റ് പ്ലേസിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ബേസിസിലാണ് പല പ്രൈവറ്റ് ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ്സും ടെലികോം സെക്ടറിലേക്ക് എൻട്രി തന്നെ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്ന് നമ്മൾ വോഡഫോൺ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ തുടക്കവും അതുപോലെ തന്നെ ഐഡിയ എന്ന് കാണുന്ന ഈ ഒരു കമ്പനിയുടെ തുടക്കവും ഇവർ രണ്ടുപേരും ഏറെക്കുറെ ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ഏറ്റവും ആദ്യം എൻ്റർ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസിലെ രണ്ട് കമ്പനീസ് ആയിരുന്നു. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ട് ആദ്യം നമുക്ക് വോഡഫോൺ ഇന്ത്യ ഇന്ന് ആയി നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള വോഡഫോൺ ഇന്ത്യയുടെ കഥ കേൾക്കാം.
മാക്സ് ഗ്രൂപ്പ് എന്ന ഇന്ത്യൻ ബിസിനസ് കോൺഗ്ലോമറേറ്റിനെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സ് ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകില്ലേ, അതേ മാക്സ് ഗ്രൂപ്പ് തന്നെ. അവരുടെ കീഴിൽ മേജർ ആയിട്ട് ഉണ്ടായിരുന്നത് ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ് സെക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ 1992 മാക്സ് ഗ്രൂപ്പ്, ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പാണ്, മാക്സ് ഗ്രൂപ്പിന് ടെലികോം സെക്ടറിലേക്ക് എൻട്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവർ 1992 ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഹച്ചിസൺ വാംപോവ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ പിടിച്ചുകൊണ്ടാണ് 1992 ഹച്ചിസൺ മാക്സ് ടെലികമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി ലോഞ്ച് ചെയ്യുന്നത് ഒരു ടെലികോം പ്ലെയർ ആയിട്ട്. അവർക്ക് അന്ന് കുറച്ച് സ്റ്റേറ്റ്സിലേക്കുള്ള ലൈസൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം അവര് മാക്സ് ടച്ച് എന്നുള്ള ഒരു ബ്രാൻഡിലാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പോവുകയായിരുന്നു. 1992 മുതൽ 2000 വരെ വളരെ നല്ല രീതിയിൽ അവർ എക്സ്പാൻഡ് ചെയ്യുകയായിരുന്നു. ആ ഒരു കാലഘട്ടം 1992 മുതൽ 2000 വരെ, അപ്പോഴാണ് മറ്റ് പല പ്രൈവറ്റ് പ്ലേയേഴ്സും ഇന്ത്യയിൽ ടെലികോം സെക്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2000 വരെ അവർ മാക്സ് ടച്ച് എന്ന ബ്രാൻഡിലാണ് ഓപ്പറേറ്റ് ചെയ്തത്. 2000 മാക്സ് ടച്ച് എന്ന ബ്രാൻഡ് അവർ മാറ്റിയിട്ട് ഓറഞ്ച് എന്ന ബ്രാൻഡിലേക്ക് മാറി. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഈ ഒരു ഗ്രൂപ്പിൽ കുറേ അധികം കാര്യങ്ങൾ നടക്കുന്നത് 2005-2006 കാലഘട്ടത്തിലാണ്. ഈ 2005 ഒക്കെ ആയപ്പോൾ നമ്മൾ ആദ്യം ആരെ പറഞ്ഞത്, മാക്സ് ഗ്രൂപ്പ് ആണ് ഒരു ഇൻട്രസ്റ്റോട് കൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മാക്സ് ഗ്രൂപ്പ് ഈ ബിസിനസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം മാക്സ് ഗ്രൂപ്പ് ഇറങ്ങിയപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നത് എഗെയിൻ ഒരു ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ് തന്നെയാണ്, SR ഗ്രൂപ്പ്. SR എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും. അന്വേഷിക്കുകയാണെങ്കിൽ മനസ്സിലാകും, എനർജി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ SR ഗ്രൂപ്പാണ് മാക്സ് ഗ്രൂപ്പ് ഇറങ്ങിയപ്പോൾ ആ ഒരു ടെലികോം കമ്പനിയിലേക്ക് വരുന്നത്. അപ്പോൾ ഹച്ചിസൺ മാക്സ് എന്ന കമ്പനി മാറിയിട്ട് ഹച്ചിസൺ SR ഗ്രൂപ്പ് ആവുകയാണ്. അങ്ങനെ ഹച്ചിസൺ SR നല്ല രീതിയിൽ പിന്നെയും മുന്നിലേക്ക് പോവുകയാണ്. BPL എന്ന മൊബൈൽ ടെലികോം പ്രൊവൈഡറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതേ 2005-2006 കാലഘട്ടത്തിൽ തന്നെയാണ് BPL എന്ന അത്ര വലിയൊരു പ്ലെയറിനെ ഹച്ചിസൺ SR ഗ്രൂപ്പ് അക്വയർ ചെയ്യുന്നത്. BPL അതിലേക്ക് മെർജ് ചെയ്യുകയായിരുന്നു. ഈ BPL പറ്റി പറയാനാണെങ്കിൽ തന്നെ വളരെയധികം കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. അതായത് BPL അന്നത്തെ സമയത്ത് ഇന്ത്യയിലെ ലീഡിംഗ് ടെലികോം പ്രൊവൈഡേഴ്സിൽ ഒന്നായിരുന്നു. എന്നാൽ ഈ BPL ഗ്രൂപ്പിന്റെ ചരിത്രം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടും. BPL ഒരു ഇന്റർനാഷണൽ കമ്പനി അല്ല, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്ലി ഒരു കേരള ബേസ്ഡ് കമ്പനിയാണ്. BPL സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാടിൽ നിന്നാണ്. 1963 TPG നമ്പ്യാർ പാലക്കാടാണ് BPL സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ ടെലികോം മേഖലയിൽ ഒരു വളരെ വലിയ പേരായി മാറി. ഇൻഫാക്ട് BPL ഇന്നും നിലനിൽക്കുന്നുണ്ട്. BPLന്റെ TV അടക്കമുള്ള പല ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്ക് ഇന്നും വാങ്ങാൻ കിട്ടുന്നുണ്ട്. അന്ന് BPL ടെലികോം ഇൻഡസ്ട്രിയിലെ വലിയൊരു പ്ലെയർ ആയിരുന്നു. അവരാണ് ഹച്ചിസൺ XRലേക്ക് മെർജ് ചെയ്തുകൊണ്ട് 2005 ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്തത്. അതേപോലെ തന്നെ 2005 നടന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഓറഞ്ച് എന്ന ബ്രാൻഡിലാണ് ഇവർ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓറഞ്ച് എന്ന ബ്രാൻഡ് അവർക്ക് ചെയ്യാനായിട്ട് പല ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓറഞ്ച് എന്ന ട്രേഡ് മാർക്കും ആ ബ്രാൻഡ് നെയിമും ഇന്റർനാഷണലി മറ്റൊരു ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓറഞ്ച് എന്ന പേര് മാറ്റി 2005-2006 സമയത്താണ് ഇവര് ഹച്ച് എന്ന പേരിലേക്ക് വരുന്നത്. ഹച്ച് എന്ന പേര് വളരെയധികം ഫേമസ് ആയതാണ്. അതിന്റെ അത്ര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആഡ്സ് നിങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെയും കാര്യങ്ങൾ വളരെ നന്നായി തന്നെ മുന്നിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് മേജർ ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നത് 2007 UK ടെലികോം ജയന്റ് ആയിട്ടുള്ള വോഡഫോൺ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുകയാണ്. ഇന്ത്യ എന്നുള്ള വളരെയധികം ശക്തമായി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് കണ്ടുകൊണ്ട് അവർ UK നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. സ്വന്തമായിട്ടൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ ഓൾറെഡി സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കമ്പനി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ഷെയർസ് വാങ്ങാനായിരുന്നു പ്ലാൻ. അങ്ങനെ അവർ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് ഹച്ചിസൺ SR അല്ലെങ്കിൽ ഹച്ച് എന്ന കമ്പനിയിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹച്ചിസൺ SRലെ ഹച്ചിസണെയാണ് അവർ ആദ്യം കംപ്ലീറ്റ്ലി ബൈ ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ വോഡഫോൺ ഇന്ത്യയിലേക്ക് വരികയാണ്. 2007 തന്നെ ഹച്ച് എന്ന ബ്രാൻഡ്, ഹച്ചിസൺ പോയല്ലോ, അപ്പോൾ ഹച്ച് എന്ന ബ്രാൻഡ് മാറ്റി വോഡഫോൺ ആവുകയാണ്. അങ്ങനെ 2007 നമ്മൾ ഇന്ന് കാണുന്ന വോഡഫോൺ ഇന്ത്യയിൽ അതിശക്തമായിട്ട് വരുന്നത്. അതിനുശേഷം മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ 2011 ആയപ്പോഴേക്കും SR ഗ്രൂപ്പിനെയും പുറത്താക്കി, അതുപോലെ തന്നെ ആ കമ്പനിയിലുള്ള മറ്റ് കമ്പനീസിനെയും മറ്റ് ഇൻവെസ്റ്റേഴ്സിനെയും എല്ലാം പുറത്താക്കിക്കൊണ്ട് വോഡഫോൺ PLC UK ടെലികോം ജയന്റ് കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്ന ഒരു ടെലികോം കമ്പനിയായി മാറുകയായിരുന്നു വോഡഫോൺ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വോഡഫോണിന്റെ കഥ ഏറെക്കുറെ ഇതുവരെ ഉള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനുശേഷം 2010 മുതൽ ഇതുവരെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ നന്നായി ഗ്രോ ചെയ്തു. എന്നാൽ 2016 ജിയോ വന്നു. അതിനുശേഷം AGRന്റെ കേസ് കാര്യമായി പ്രശ്നങ്ങളായി മുന്നിലേക്ക് പോയി. അതിനുശേഷം 2018 മെർജർ നടന്നു. പിന്നെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നടന്ന കാര്യങ്ങളൊന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു വിഷൻ ഉണ്ടായിരുന്നത് അത് മാക്സ് ഗ്രൂപ്പിനാണ്. മാക്സ് ഗ്രൂപ്പ് ഒരു ഫോറിൻ ഇൻവെസ്റ്ററിനെ കൊണ്ടുവന്നിട്ട് ഹച്ചിസൺ ഗ്രൂപ്പിനെ കൊണ്ടുവന്നത് നടത്തി. അതിനുശേഷം അവർ പലതവണ പേര് മാറ്റേണ്ടി വന്നു. അതിനുശേഷം മാക്സ് ഗ്രൂപ്പ് പോയിട്ട് SR ഗ്രൂപ്പ് വന്നു. അതിനുശേഷം അത് കണ്ടുപിടിച്ച മാക്സ് ഗ്രൂപ്പ് എന്തായാലും പുറത്തു പോയി. അതിന്റെ കൂടെ വന്ന ഹച്ചിസൺ ഗ്രൂപ്പും പോയി. അവസാനം ഈ കഥയിൽ എവിടെയും തന്നെ ഇല്ലാത്ത വോഡഫോൺ എന്ന
ഫോറിൻ കമ്പനിയുടെ കയ്യിലായി വോഡഫോൺ എന്ന ബ്രാൻഡ്. തീർച്ചയായിട്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഐഡിയയുടെ കഥ മനസ്സിലാക്കാം. ബിർള ബിസിനസ് ഗ്രൂപ്പിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഇനി വേറൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടാകില്ല. നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ടാറ്റ ബിർള എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അതേ ബിർളയാണ് അവരുടെ ഒരു വിഷനറി ആയിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റ് ആയിരുന്നു ബിർള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. 1995 ബിർള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന പേരിലാണ് ബിർള ഗ്രൂപ്പ് ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് ഈ ബിർള ഗ്രൂപ്പ് ലീഡ് ചെയ്ത ബിർള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആണ് പിന്നീട് ഐഡിയ ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ 1995 അവർ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സ്റ്റേറ്റ്സിലേക്കുള്ള ലൈസൻസസ് അവർക്ക് കിട്ടി. മുന്നിലേക്ക് പോയപ്പോൾ 1996 ആയപ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ ഈ ഒരു മേഖലയിൽ ഗ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു പൊട്ടൻഷ്യൽ കണ്ടപ്പോൾ ബിർള അമേരിക്കൻ ടെലികോം ജയന്റ് ആയിട്ടുള്ള AT&Tയുമായിട്ട്, AT&T നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, AT&Tയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തുകൊണ്ട് ബിർള AT&T കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ ബിർള AT&T കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആണ് പിന്നീട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തത്. എഗെയിൻ കാര്യങ്ങൾ അവിടെ കഴിയുന്നില്ല. ബിർളക്കും AT&Tക്കും പിന്നെയും കുറേയധികം എക്സ്പാൻഷൻ സാധ്യതകൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ സൗത്ത് ഇന്ത്യയിലെ കുറേയധികം മേഖലകളിൽ അന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷന് കുറേ ലൈസൻസസ് ഉണ്ടായിരുന്നു. രത്തൻ ടാറ്റയാണ് അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ 1997 ബിർള AT&T കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ടാറ്റയുമായിട്ട് കൂടി മെർജ് ചെയ്യുകയാണ്. അങ്ങനെ ബിർള AT&T ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആയി മാറുകയാണ് 1997. ഇവരെ വളരെയധികം ഫേമസ്ലി കോമൺലി റെഫർ ചെയ്തിരുന്നത് ബറ്റാറ്റ എന്നായിരുന്നു. ബിർള, AT&T ആൻഡ് ടാറ്റ അങ്ങനെ വളരെ നന്നായി അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റേഴ്സിലെ ഒരു വളരെ വലിയ പേരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2002 ആയപ്പോൾ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെ അവർ കമ്പനിയുടെ പേര് മാറ്റിയിട്ട് ഐഡിയ സെല്ലുലാർ ലിമിറ്റഡ് എന്നാക്കുകയാണ്. അന്നു മുതൽ 2002 മുതലാണ് ഐഡിയ എന്ന ബ്രാൻഡ് നിലവിൽ വരുന്നത്. അതിനുശേഷമുള്ള ഒരു 5 വർഷത്തിനിടയിൽ ഐഡിയ സെല്ലുലാർ ലിമിറ്റഡിൽ കുറേ അധികം വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2004 2004 AT&T ലിമിറ്റഡ് ഈ ഒരു പാർട്ണർഷിപ്പ് പൊളിച്ചുകൊണ്ട് തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണ്. അവർ കൊടുത്ത റീസൺ ഇന്ത്യ അവർക്കൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അല്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ AT&T വിട്ടു പോവുകയാണ്. ഈ ഒരു ഗ്രൂപ്പിൽ ഐഡിയ സെല്ലുലാർ ലിമിറ്റഡിൽ പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ടാറ്റയും ബിർളയുമാണ്. അതുപോലെ തന്നെ 2004 നടന്ന വേറൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം എസ്കോട്ടൽ എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാര്യം അന്നത്തെ കാലത്ത് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ടെലികോം പ്രൊവൈഡർ എസ്കോട്ടൽ ആയിരുന്നു. എസ്കോട്ടലിനെ ഐഡിയ അക്വയർ ചെയ്യുന്നത് അത് 2004 എസ്കോട്ടലിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ അധികം ഫൺ ഫാക്ട്സ് ഉണ്ട്. നമ്മൾ വോഡഫോണിന്റെ കഥ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ആ ഒരു ഫൺ ഫാക്ട് BPL കേരള കമ്പനി ആയിരുന്നു എന്നുള്ള ഫൺ ഫാക്ട് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഐഡിയയുടെ കേസിലും അതുപോലെ ഒരു ഫൺ ഫാക്ട് ഉണ്ട്. ഈ എസ്കോട്ടൽ എന്നുള്ള കമ്പനി അത് 1995 അവരും ടെലികോം മേഖലയിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ട്രാക്ടറൊക്കെ ഉണ്ടാക്കുന്ന എസ്കോട്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ അതേ എസ്കോട്ട്സ് ഗ്രൂപ്പിന്റെ ടെലികോം വെഞ്ചർ ആയിരുന്നു എസ്കോട്ടൽ. ഫൺ ഫാക്ട് അവിടെയും കഴിയുന്നില്ല. 1996 കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് കൊണ്ടുവരുന്നത് എസ്കോട്ടലാണ്. അന്ന് 1996 ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ ഒരു മൊബൈലിലൂടെ കോള് വിളിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. തീർച്ചയായിട്ടും എസ്കോട്ടലിന് നമ്മുടെ ജീവിതത്തിൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എഗെയിൻ 9847 എന്നുള്ള സീരീസിലെ നമ്പേഴ്സ് ഇന്നും കേരളത്തിൽ കുറേ പേരുടെ കയ്യിലുണ്ട്. എന്തിനേറെ പറയുന്നു, എൻ്റെ കയ്യിൽ തന്നെ അതേ സീരീസിലെ 2 നമ്പേഴ്സ് ആണുള്ളത്. അതെല്ലാം വന്ന് എസ്കോട്ടൽ കേരളത്തിൽ കൊണ്ടുവന്ന നമ്പേഴ്സ് ആണ്. പിന്നീട് അത് ഐഡിയ വാങ്ങിച്ചതിന് ശേഷമാണ് ഐഡിയ ആയി മാറിയത്. അപ്പോൾ അങ്ങനെ 2004 ഐഡിയ എസ്കോട്ടലിനെ അക്വയർ ചെയ്യുകയാണ്. അതിനുശേഷം മേജർ ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിക്കുന്നത് 2006 2006 ഐഡിയ സെല്ലുലാറിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പ് കൂടി പുറത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ടാറ്റ ഗ്രൂപ്പിന് ഇന്ത്യൻ ടെലികോം സെക്ടറിൽ അത്ര ശക്തമായിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടതുകൊണ്ട് തന്നെ രത്തൻ ടാറ്റയാണ് അന്നും അത് ലീഡ് ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിന് സ്വന്തമായിട്ടുള്ള ഒരു ടെലികോം ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ടാറ്റ ഗ്രൂപ്പ് പുറത്തേക്ക് പോയതും ഡോകോമോ ബിൽഡ് ചെയ്തതും അത് ഫെയിൽ ചെയ്തതുമെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും അങ്ങനെ സ്വന്തമായ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് ഐഡിയ സെല്ലുലാർ ലിമിറ്റഡിൽ നിന്ന് ടാറ്റ പുറത്തേക്ക് പോയത്. അപ്പോൾ ബേസിക്കലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2006 ആയപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ബിർളയാണ്. ബിർളയുടെ ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു ഇങ്ങനൊരു ടെലികോം പ്ലെയർ ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ബിർള അത് ബിൽഡ് ചെയ്തു. ഇടയ്ക്ക് AT&T വന്നു, അത് കഴിഞ്ഞിട്ട് ടാറ്റ വന്നു, അതിനുശേഷം കുറച്ച് അക്വിസിഷൻസ് നടത്തി. എന്നാൽ അവരെല്ലാം വിട്ടു പോവുകയും ചെയ്തു. ബിർള തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ച് ബിർള എത്തുകയായിരുന്നു. അങ്ങനെ 2006 ബിർള സ്വന്തമായിട്ട് പിന്നെയും ഐഡിയ ബിൽഡ് ചെയ്യുകയാണ്, ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വോഡഫോണിന്റെയും ഐഡിയയുടെയും 2 ഇൻഡിപെൻഡന്റ് സ്റ്റോറീസിലെ ഒരു ഇന്റർസെക്ഷൻ പോലെ തോന്നുന്നത് 2007 നമ്മൾ പറഞ്ഞതുപോലെ വോഡഫോൺ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട്
ഹച്ചിസൺ SR ഗ്രൂപ്പിനെ വാങ്ങിച്ചുകൊണ്ട് വോഡഫോൺ ആയി മാറിയത്. വോഡഫോൺ ഇന്ത്യയിലേക്ക് വന്നതിന് വെറും 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഐഡിയയുടെ IPO നടക്കുന്നത്. ഐഡിയ IPO നടത്തി മോർ ദാൻ 2000 crores ആണ് അന്ന് റേസ് ചെയ്തത്. തീർച്ചയായിട്ടും ഐഡിയയുടെ സ്റ്റോറി മുന്നിലേക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ പോയി. നമുക്കറിയുന്നത് പോലെ റീസെന്റ് എങ്ങനെയാണോ വോഡഫോണിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളരെ റീസെന്റ് ആയിട്ട് ഐഡിയക്കും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ വോഡഫോണിന്റെയും ഐഡിയയുടെയും കഥകൾ മനസ്സിലായ സ്ഥിതിക്ക് അവർ വളരെ നന്നായിട്ട് തന്നെ 2010 മുതൽ മുന്നിലേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ആക്ച്വലി പ്രശ്നം സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ട് വെന്റ് റോങ് വിത്ത് വോഡഫോൺ ആൻഡ് ഐഡിയ? 3 റീസൺസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, 2016 അറൗണ്ട് ജിയോ വന്നു എന്നുള്ളത് തന്നെയാണ്. മുകേഷ് അംബാനി അത് ശക്തമായിട്ടാണ് ഇന്ത്യൻ ടെലികോം സെക്ടറിലേക്ക് ജിയോ കൊണ്ടുവന്നത്. ജിയോ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു സ്പേസിനെ കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ അതുവരെ ചതിച്ചുകൊണ്ടിരുന്നത്, അതെ ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 GB ഡേറ്റയൊക്കെയാണ് നമുക്ക് 1 മാസത്തേക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ 1 GB ഡേറ്റ 1 മാസത്തേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എത്രയോ വലിയ എമൗണ്ട് ആണ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ജിയോ വന്നു, വളരെ ചെറിയ പ്രൈസിൽ ഹൈ ക്വാളിറ്റി ഹൈ സ്പീഡ് ഡേറ്റ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ തീർച്ചയായിട്ടും ആ ഒരു സെക്ടറിനെ റെവല്യൂഷനൈസ് ചെയ്തപ്പോൾ തന്നെ വോഡഫോണിൽ നിന്നും ഐഡിയയിൽ നിന്നും കുറെ കസ്റ്റമേഴ്സ് ഇറങ്ങി ജിയോയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും 2 പേർക്ക് കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ARPU എന്നൊരു ടേം ടെലികോം സെക്ടറിലുണ്ട്, ആവറേജ് റവന്യൂ പെർ യൂസർ. ആ ഒരു ആവറേജ് റവന്യൂ പെർ യൂസറും അതുവരെ ഈ കമ്പനികൾ നമ്മളിൽ നിന്ന് കുറേ പൈസ വാങ്ങുന്നതുകൊണ്ട് വളരെയധികം കൂടുതലായിരുന്നു. പെട്ടെന്ന് ജിയോ വന്നപ്പോൾ അത് ശക്തമായിട്ട് ARPU കുറയുന്നതും ഇവർക്ക് കാണാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ജിയോ വന്ന് വലിയ രീതിയിൽ പണി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ AGR എന്ന കേസിൽ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു വലിയ ബഹളമായിരുന്നു. അപ്പോൾ അതിന്റെയാണ് റൂളിംഗ് ഈ അടുത്ത് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ലിങ്കിൽ വീഡിയോ ഉണ്ട്, അത് കാണുകയാണെങ്കിൽ AGR റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ്. മൂന്നാമത്തെ റീസൺ വോഡഫോൺ ആണെങ്കിലും ഐഡിയ ആണെങ്കിലും ഹെവിലി ഡെറ്റ് റിഡൺ ആയിരുന്നു എന്നുള്ളതാണ്. കുറേ അധികം കാശ് കടം എടുത്തുകൊണ്ട് ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലാത്ത രീതിയിലാണ് 2 ഗ്രൂപ്പ്സും ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും നോക്കുകയാണെങ്കിൽ 2 പേരും മെർജ് ആയതിനു ശേഷം ഈ ഒരു ഗ്രൂപ്പിന് ഇപ്പോൾ നിലനിൽക്കുന്ന കടവും 1 ലക്ഷം കോടി രൂപയേക്കാളും കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹെവിലി ഡെറ്റ് റിഡൺ ആയിരുന്നു എന്നുള്ളതും, അതേസമയം ജിയോ വന്നു, ഇവിടെ ഇൻകം കുറഞ്ഞു. അപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് 60,000 കോടി രൂപ ഡിഫോൾട്ടായിട്ട് ഫൈനായിട്ട് അടക്കാൻ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് വോഡഫോണിനും ഐഡിയക്കും വലിയ വലിയ പ്രശ്നങ്ങൾ നേരിട്ടത്. അങ്ങനെയാണ് ഇവർ 2 പേരും മെർജ് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ എൻറ്റിറ്റി ആകാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ എന്താണ് ഈ മെർജർ എന്നും മുന്നിലേക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 2018 ഈ ഒരു മെർജർ നടന്നത്. എന്നാൽ അതിനുശേഷം ഇവർ 2 പേരും ഒരു ബിസിനസ് എൻറ്റിറ്റി ആയെങ്കിലും രണ്ടും 2 ബ്രാൻഡ്സിൽ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് വി എന്ന ബ്രാൻഡിൽ ഒരുമിച്ച് ഇവർ ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറെ പ്രശ്നങ്ങളും കുറെ പേടികളും ഈ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ മുന്നിലേക്ക് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം വോഡഫോൺ ഗ്രൂപ്പിന്റെ കേസിൽ വോഡഫോണിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞ UK വോഡഫോൺ PLC എന്ന കമ്പനി തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു ഇന്ത്യൻ ബിസിനസ് ആമിൽ വിശ്വാസമില്ല, ഞങ്ങൾ എന്തായാലും എക്സ്ട്രാ കാശ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇടാൻ പോകുന്നില്ല, വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബിസിനസ് പൂട്ടുന്നത് തന്നെയാണ് നല്ലതെന്ന് വോഡഫോൺ കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രം പബ്ലിക്ലി പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ വോഡഫോൺ ഐഡിയ പബ്ലിക്ലി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ഞങ്ങളുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാനുള്ള പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല എന്ന്. അപ്പോൾ അത്രയധികം അലാമിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വോഡഫോൺ ഐഡിയക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു AGRന്റെ റൂളിംഗ് വന്നതിന് ശേഷം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വോഡഫോൺ ഐഡിയ ക്യാമ്പിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 35,000 കോടിയിൽ പരമുള്ള ഇന്റർനാഷണൽ ഫണ്ടിങ്ങിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചില പേരുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അത് റൂമേഴ്സ് ആണെന്ന് പറഞ്ഞ് തള്ളി കളയുന്നുമുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പേസിലേക്ക് ഫണ്ടിങ് വരുമെന്നും അത് വെച്ചിട്ട് മോശമല്ലാത്ത രീതിയിൽ കമ്പനി മുന്നിലേക്ക് പോകുമെന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വോഡഫോൺ ഐഡിയ 5G സ്പെക്ട്രത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവര് തളർന്നിട്ടില്ല എന്നും മുന്നിലേക്ക് വളരെ നല്ല രീതിയിൽ ടെക്നോളജി ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല സർവീസസ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവർ എന്നുള്ളത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം ടു ബിഗ് ടു ഫെയിൽ എന്നുള്ളതാണ്. അതായത് വോഡഫോൺ ഐഡിയ തീർച്ചയായിട്ടും വലിയൊരു കമ്പനിയാണ്. വോഡഫോൺ കൈ ഒഴിഞ്ഞുവെങ്കിലും അപ്പുറത്തെ സൈഡിലുള്ളത് ആദിത്യ ബിർള ഗ്രൂപ്പാണ്. നമ്മൾ എന്താണ് പറഞ്ഞത്, അവർ കണ്ട സ്വപ്നമാണ് 1995 ഒരു ശക്തമായ ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ടെലികോം ബ്രാൻഡ് ഉണ്ടാക്കണം എന്നുള്ളത്. പലരും അതിനിടയിൽ അവരുടെ കൂടെ വന്നു, പലരും വിട്ടുപോയി. എന്നാൽ ബിർള ഗ്രൂപ്പ് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ ബിർള ഗ്രൂപ്പ് ഇപ്പോഴും ഇതിൽ ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ്. അതായത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഫണ്ട് റേസ് ചെയ്തിട്ടും ബിസിനസ് ബെറ്റർ ആക്കിയിട്ടും ഇവർ നന്നായി മുന്നിലേക്ക് പോകുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വോഡഫോൺ ഗ്രൂപ്പിന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ആഡ് ക്യാമ്പയിൻസ് അവർ റൺ ചെയ്യാറുണ്ട്.
ഹച്ചിന്റെ കേസിലെ പഗിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വോഡഫോൺ ആയപ്പോൾ സൂസു എന്ന പേരിൽ തന്നെ വളരെ ഒരു തരംഗമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ആണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്ത് ബിസിനസ് ബെറ്ററാക്കി, സർവീസ് ബെറ്ററാക്കി, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്താൻ കഴിയുന്ന ആഡ്സ് റൺ ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ബിസിനസ് അവർക്ക് മുന്നിലേക്ക് റൺ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് ആശംസിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ കുറേയധികം റിസ്കുകളും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവരുടെ കസ്റ്റമേഴ്സ് ഓരോ മാസവും കഴിയുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ജിയോയിലേക്കും എയർടെലിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ സർവീസ് മോശമായിട്ടുള്ളത് കൊണ്ടാണ്. അത് ബെറ്റർ ആവുകയാണെങ്കിൽ പ്രോബബ്ലി കസ്റ്റമേഴ്സ് കുറയില്ല എന്നും മുന്നിലേക്ക് പോകുമ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കാം. എന്നാലും ഇത് തീർച്ചയായിട്ടും ഒരു കൺസേണിംഗ് ആയിട്ടുള്ള, അലാമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ, ARPU. ഈ ARPU വോഡഫോൺ ഐഡിയത് വളരെയധികം മോശമാണ്. ജിയോക്കും എയർടെലിനും 150ന്റെ മുകളിലുള്ള ARPU ഉള്ളപ്പോൾ വോഡഫോൺ ഐഡിയയുടെ ARPU 120നും താഴെയാണ്. അതിനിടയിലാണ് എയർടെൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ARPU 300 ആയാൽ മാത്രമേ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വോഡഫോൺ ഐഡിയയുടെ ARPU വളരെയധികം കുറവാണ്. അപ്പോൾ അത് കുറവാണ് എന്നുള്ളത് ഇവരുടെ ബിസിനസ് എങ്ങനെ നന്നായി നടത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി എഗെയിൻ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറെ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. എന്നാൽ ഒരു നല്ല ബിസിനസ് ഗ്രൂപ്പിന്റെ, ഒരു നല്ല ബിസിനസ് നടത്തുന്നവരുടെ ലക്ഷ്യം എന്താണ്? മുന്നിലുള്ള ചലഞ്ചസിനെ ചവിട്ടി താഴ്ത്തി നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാനും ബിസിനസിനെ ഗ്രോ ചെയ്യിക്കാനുമാണ്. അപ്പോൾ അത് വോഡഫോൺ ഐഡിയ ഗ്രൂപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്ന് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വോഡഫോൺ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഷെയർ പ്രൈസ് കുറവുള്ളതാണ്. കുറേ പേര് താല്പര്യത്തോടു കൂടി നോക്കുന്ന സ്റ്റോക്കാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ ഗ്രൂപ്പ് മുന്നിലേക്ക് വരും. ഇന്ത്യയിലെ 3rd സ്ട്രോങ്സ്റ്റ്, അതായത് ഇവരില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ടെലികോം മാർക്കറ്റ് ഒരു ഡുവോപോളിയായി മാറും. ജിയോവും എയർടെലും മാത്രമായി പോകും. അപ്പോൾ അങ്ങനെയല്ല, ഇവരൊരു മൂന്നാമത്തെ സ്ട്രോങ് കോമ്പറ്റീറ്റർ ആയിട്ട് പിടിച്ചു നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ബാഗർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പേഴ്സണലി ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക മാക്സിമം ആൾക്കാരിലേക്ക്. ഇതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം താല്പര്യമുള്ളവർക്കല്ലല്ലോ, ഈ ഒരു ബ്രാൻഡ്സ് എല്ലാം നമ്മൾ എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.